അപ്പോൾ അവിടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ലൊരു കിടില സംഭാരം ഉണ്ടാക്കാൻ പോവാം. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്തുണ്ടല്ലോ, നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സംഭാരം. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുമന്നുള്ളി ഇതിപ്പോൾ ഒരു 6-7 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ മർദ്ദന യന്ത്രത്തിലോട്ടിട്ട് ഇവനെ ഒന്ന് മർദ്ദിച്ച് ശരിയാക്കി എടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ചതച്ച് നന്നായിട്ടൊന്ന്, ഒത്തിരിയൊക്കെ ചതച്ച് പോകണ്ട, ഒന്ന് ചതച്ചാൽ മാത്രം, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഒത്തിരി ചതച്ചങ്ങ് ജ്യൂസ് പോലെ ആയി കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചമുളക്, ഇത് നല്ല കരണം പൊട്ടുന്ന എരിവുള്ള സാധനം. അപ്പം നമുക്ക് ഈ ഉള്ളി എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, അല്ലെ പിന്നെ അതങ്ങ് ചതഞ്ഞ് അങ്ങ് പോകും. അത് തന്നെ, മുളക് ചതയ്ക്കുമ്പോൾ വീണ്ടും ഉള്ളി ചതയും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി കാന്താരി കിട്ടുവാണ് ബെസ്റ്റ് സാധനമാണ്. പക്ഷെ നമുക്കിവിടെ കാന്താരി കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പം നല്ല പച്ചമുളക് നമ്മൾ ഇത് ഭയങ്കര എരിയായി പച്ചമുളക്, കാന്താരി മാറി നിൽക്കാം, അതുപോലത്തെ എരിയാണ്. അപ്പോൾ അത് നമ്മൾ ചതച്ചിട്ടുണ്ട്. പൊട്ടുന്ന എരിയ. അത് ഇനി നമ്മുടെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, ഒരു ഇഞ്ച് വലിപ്പമുള്ള ഒരു കഷ്ണം. അപ്പം ഇതെല്ലാം ഒന്ന് ചതച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഉള്ളിയും ഇഞ്ചി മുളകും ഒക്കെ ചതച്ച് നന്നായിട്ട് ചതച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പം ഇനി നമ്മൾ അടുത്ത പരിപാടി വെച്ചാൽ നമ്മുടെ തൈരുണ്ടല്ലോ, നല്ല കട്ട പുളിയുള്ള തൈര് വേണം. എന്നാലേ ഉണ്ടല്ലോ നമ്മുടെ സംഭാരത്തിനൊരു ഇത് വരത്തില്ല. നമ്മളിങ്ങനെ ഒരു മൺകുടത്തിലോട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട്, മൺകുടം വേണമെന്നില്ല, മൺകുടമാണ് സംഭാരത്തിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കാര്യം അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടും. നമ്മൾ മറ്റേ ഈ തൈര് കളയുന്ന സാധനം ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ വെക്കുന്ന മത്ത്, അതുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ആയിരിക്കും. അതെ, അത് തടിയാണ്, ഇത് തടിയാണ്. അപ്പൊ നമ്മളത് ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും ബാക്കി സാധനങ്ങളും ചേർക്കണം. അപ്പൊ നമുക്കിപ്പോ ഈ 1 കപ്പ് തൈരുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 ഗ്ലാസോളം നമുക്ക് മോരുണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് പിന്നെ നമ്മൾ എടുക്കുന്ന തൈരിന്റെ പുളിയും കട്ടയും ഒക്കെ അനുസരിച്ചിട്ടിരിക്കും അതിന്റെ തോത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റ് അളവിൽ കിട്ടി നമ്മുടെ സാധനം. ഒത്തിരി അങ്ങ് വെള്ളമല്ല, എന്നാൽ ഒത്തിരി കട്ടിയല്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു പരുവം. ഇനി നമുക്ക് ബാക്കി സാധനം ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ചേർക്കേണ്ടത് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ എടുക്കുന്ന തൈരിന്റെ പുളി അനുസരിച്ച് ചേർക്കണം. പിന്നെ ഉപ്പ് ഒരു ഇച്ചിരി മുൻപന്തി നീക്കും, ഒരു സ്വല്പം. അത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ മാത്രമാവും. അവസാനം നമ്മൾ ബാക്കി സാധനങ്ങളും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഉപ്പൊന്നോ നോക്കണം. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ചേർത്തു നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് നമുക്ക് അങ്ങോട്ട് ചേർത്തു. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. ശേഷം നമ്മുടെ നാടൻ കറിവേപ്പിലയില്ലേ, അത് നമ്മൾ 2 തണ്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് നുറുക്കി വേണം നമുക്ക് ഇടാൻ. നമ്മുടെ വീട്ടിലെ നാരകത്തിന്റെ ചെറുനാരകം ഉണ്ടെങ്കിൽ അതിന്റെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. പണ്ടൊക്കെ നമ്മള് വീട്ടിലുണ്ടാക്കുമ്പം നാരകത്തിന്റെ ഒരു ഇലയും കൂടെ ഇടും. പണ്ട് നാരകത്തിന്റെ ഇല വെച്ച് നമ്മുടെ ചമ്മന്തിയൊക്കെ അരയ്ക്കായിരുന്നു. തേങ്ങ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ വാളപ്പുളിയുടെ കൂടെ നാരകത്തിന്റെ ഇല ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വെറൈറ്റി ടേസ്റ്റ് തന്നെ. ഇവിടെ നമ്മള് നാരകത്തിന്റെ ഇലയൊന്നും കണ്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കണം. കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കണം. കാരണം നമ്മൾ ഇട്ട സാധനങ്ങളുടെ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും എല്ലാ ഒരു ടേസ്റ്റ് നമുക്ക് ആ മോരിലോട്ട് വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കണം. ഇതിന്റെ കൂട്ടത്തില് ഇപ്പൊ നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ടേ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ മാത്രം മതി, ഇല്ലെന്നുണ്ടെങ്കിലും നല്ല. ഇതിപ്പോ നമ്മള് ഈ മൺകലത്തിൽ എടുത്തോണ്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടും. കാര്യം മൺകലത്തിനകത്ത് പണ്ട് നമ്മൾ പൂജയ്ക്കകത്തൊക്കെ വെള്ളം എടുത്ത്, അപ്പൊ അതുകൊണ്ട് മൺകലത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഒരു
അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ്. മിനിമം 10 മിനിറ്റെങ്കിലും വെക്കണം. എന്നാലും നമ്മൾ ചേർത്ത ആ സാധനങ്ങളുടെ എല്ലാം ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ മോര് ഇപ്പം നമ്മൾ കലക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്. അപ്പം ഇനി നമുക്കിതിന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ വേണം നമുക്ക് ഇതിൻ്റെ ഉപ്പുണ്ടോ ഒക്കെ നോക്കാനായിട്ട്. നമ്മൾ സംഭാരം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഒരു നൊസ്റ്റാൾജിയ കാര്യം. പണ്ട് നമ്മള് മറ്റേ വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആദ്യം കൊടുക്കുന്ന സംഭവം സംഭാരം. ഇപ്പോഴല്ലേ സ്ക്വാഷും ജ്യൂസും ഒക്കെ വന്നത്. പണ്ട് സ്ക്വാഷും ജ്യൂസും മാത്രമല്ല വേറെ ചില സാധനങ്ങളൊക്കെ. പക്ഷെ സംഭാരമാണ് അതിന്റെ ഒരു ആഠ്യത്വം. അതാണ് അതിന്റെ ഒരു രീതി. ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തില് ഒരു ഗ്ലാസ് ഓട്ടുപാത്രത്തിലൊക്കെയാണ് പണ്ട് നമ്മുടെ വലിയ തറവാടുകളിലൊക്കെ കൊടുക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് രുചിക്കാം. രുചിയല്ല, കുടിക്കാം. ചൂടൊന്ന് കുറയുകയും ചെയ്യട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് തന്നെ. നമ്മുടെ ഉപയോഗിക്കുന്ന ഇതിന്റെ പുളി അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മാത്രം മതി. ഉപ്പും എരിയും രുചിയും എല്ലാം കിടും. എരി തൊണ്ട ഒക്കെ ഉണ്ടല്ലോ നല്ല. അപ്പൊ ഇതുപോലെ ഒന്ന് സംഭാരം ഉണ്ടാക്കി വയ്ക്കും. അതെ, ഈ ചൂട് കാലത്ത് ഒരു സംഭാരം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാല് അതെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും. പക്ഷെ അറിയാൻ മേലാത്തവരും കാണുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി അറിയാവുന്നവരെ ഒന്നുകൂടെ ഓർപ്പിക്കുക. കാര്യം സംഭാരം മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓർപ്പിക്കുന്നു. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി നമ്മളൊന്നുകൂടെ പറഞ്ഞു തന്നു. ഇത്രേ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റേ ലൈക്കും ഷെയറും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അറിയാൻ മേലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അടുത്ത നല്ല വെറൈറ്റി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.